എന്താ രാഘവേട്ടാ, എന്താ പറ്റിയേ? പാവം മരിക്കാൻ കിടക്കുന്നതല്ലേ? അയ്യോ, അങ്ങനെ മരിക്കാൻ കിടക്കുന്ന ആളോട് കിടന്നാ ഞാനും മരിക്കൂലേ? ആരാ പറഞ്ഞ രാഘവേട്ടനോട് ഈ നുണയൊക്കെ? സത്യമ്മ സുഖമില്ലാതെ കിടക്കല്ലേ, ഒരു പനി വന്നതാ. അതിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് മാറും. ശാരദാമ്മ പറയുന്നൊന്നുമല്ല കാര്യങ്ങള്. അവളെ മരിക്കാൻ കിടക്കുവാ. ചിലപ്പോ ഇന്ന് മരിക്കും, ഇല്ലെങ്കിൽ നാളെ രാവിലെ മരിക്കും. സംശയം ഉണ്ടെങ്കിൽ വിഷ്ണുവിനെ വിളിക്ക്, അവൻ വന്ന് പറയട്ടെ. അവൻ വന്ന് പറഞ്ഞാൽ ശാരദാമ്മ വിശ്വസിക്കുമല്ലോ. വിളിക്കാവന്നെ. വിഷ്ണു, വിഷ്ണു, രാഘവേട്ടാ, വിഷ്ണുവേ. മോളെ, എന്താ അച്ഛ, എന്താ ഇങ്ങനൊക്കെ? ഇവരെല്ലാം കൂടെ ഭാമയുടെ കൂടെ എന്നെ കൂടെ കിടത്തി എന്നെ കൊല്ലാനുള്ള പരിപാടിയാ. ഓളെ സമ്മതിച്ചു കൊടുക്കല്ലേ. എന്റെ വിഷമം എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അവൻ സമ്മതിക്കത്തില്ലായിരുന്നു. ശരി, സമ്മതിച്ചു. അച്ഛനിപ്പോ സത്യമ്മയുടെ മുറിയിൽ കിടക്കണ്ട. ഞാൻ കിടക്കൂല, എന്നോട് കിടത്തേം വേണ്ട. പിള്ളച്ചേട്ടാ, അച്ഛന്റെ റൂമിൽ നിന്ന് സത്യമ്മയെ മാറ്റി കിടത്തണം. ശരി. അല്ലെങ്കിൽ വേണ്ട, അച്ഛനെ മറ്റൊരു റൂമിലേക്ക് മാറ്റി കിടത്ത. എന്താ അച്ഛാ, പോരെ? അത് മതി, അത് മതി, അങ്ങനെ മതി. അവിടെ ഡൈനിങ് റൂമിന്റെ അടുത്തുള്ള മുറിയിൽ അച്ഛനെ കിടത്ത. അത് മതി, അത് കൊള്ളാം, അത് കൊള്ളാം. അത് മതി.